6, 7, 8, 9 വാക്യങ്ങൾ വായിക്കും. യോഹന്നാൻ സുവിശേഷം 5. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നുവെന്ന് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. മൈക്ക് പിടിക്കുമ്പോൾ ചെറിയൊരു ഇതുള്ളത് പോലെ തോന്നുന്നത്, വലിയ അടുത്ത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മിക്സർ ഇതെടുത്ത് മാറ്റിയ സമയത്ത് എർത്തുവയർ വിട്ടുപോയാണോ സംശയമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ടവലിന് വിളിച്ചിരിക്കുന്നത്. അത് മണ്ണിലേക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചെറിയ സംശയം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന വിഷയം എഴുന്നേറ്റ് നടക്കുക, നിന്റെ ജീവിതം മാറും എന്ന വിഷയമാണ് നമ്മൾ ആദ്യമായി ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ പൈതന്റെ ജീവിതത്തിൽ ഒരുപാട് മാറാത്ത വിഷയങ്ങൾ പലർക്കും, എല്ലാവരും അനുഭവിക്കുന്ന ചില അവസ്ഥകളാണ്. രോഗമാണ്, കുടുംബ പ്രശ്നമാണ്, ആത്മീയ ക്ഷീണമാണ്, എല്ലാവർക്കും എല്ലാവരും അനുഭവിക്കുന്ന ചില അവസ്ഥ. ദൈവത്തിന്റെ പൈതലെ, നിന്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന്, സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. പ്രിയമുള്ളവരെ, ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാം. ഞാൻ ഇന്നലെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വയനാട്ടിൽ പോയി. അവിടെ ഒരു മോളുണ്ടായി. എനിക്കറിയാവുന്ന ഒരു ദേവദാസന്റെ മകളാണ്. അവള് ജേർണലിസത്തിന് പഠിക്കുക. വല്യപ്പച്ചന്റെ ആധാരം കൊണ്ടുവന്ന് പണയം വെച്ചിട്ടാണ് 2 ലക്ഷം രൂപ എടുത്തിട്ടാണ് അവൾ പഠിക്കാൻ പോയത്. അവസാന പരീക്ഷ ഫീസ് അടച്ചിട്ടില്ല. 1 ലക്ഷം രൂപ ഫീസ് അടച്ചു. ഒരു മാർഗവുമില്ല. പലരും അവരെന്നെ വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ സാഹചര്യം മനസ്സിലായി. ഞാൻ പോയി അവിടുത്തെ സംസാരിച്ച് ഞാൻ എന്റെ വീഡിയോ എടുത്ത് നമ്മുടെ സ്നേഹിതന്മാർക്കൊക്കെ അയച്ചു കൊടുത്തപ്പോ ആ കൊച്ചിന് പരീക്ഷ എഴുതാനുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ ആയിട്ടുണ്ട്. കരകെട്ട് സ്തോത്രം ചെയ്ത ഒരു ദേവദാസന്റെ മകളാണ്. വിട്ടു കഴിഞ്ഞപ്പോ പലരും ചോദിച്ചു, എന്തിനാ ഇട്ടത്? പലരും ചോദിച്ചു, എന്തിനാ ഇട്ടേ? കൊച്ചിനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പലരോടും ഇതിനെ കുറിച്ച് പറഞ്ഞതാ, എന്നെ സഹായിക്കണം, ഞാൻ കുഞ്ഞിന് പരീക്ഷ എഴുതിയിട്ടില്ല. പക്ഷെ ആരും സഹായിക്കാനൊന്നും പോയില്ല. ഇത് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഒത്തിരി പേര് കാണുമ്പോഴാണല്ലോ സഹായിക്കുന്നത്. ഇത് വന്നപ്പോഴത്തേക്ക് ആളുകൾ ചോദിച്ചു, എന്തിനാ ഇട്ടത്? അപ്പൊ ഞാൻ ഇങ്ങനെ സന്ദർഭോചിതമായി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആമേൻ. പ്രിയമുള്ളവരെ, ചിലപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ആരോട് ചിലപ്പോൾ പറയാതെ കൊണ്ട് നടക്കുന്ന ചില വിഷയം. വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ ചില ചോദിച്ചു, നേരത്തെ പറഞ്ഞോടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. നേരത്തെ അദ്ദേഹം പലരോടും പറഞ്ഞതാ. പോട്ടെ. കാരണം പലപ്പോഴും നമ്മുടെ സാമ്പത്തിക വിഷയങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ലാത്തത് കൊണ്ടാണ് പലരും അവിടെ വിഷയങ്ങൾ പലരുമായിട്ട് പറയാറുണ്ട്. പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതല്ലാതെ പലരും പ്രാർത്ഥിക്കുക പോലും ചെയ്യില്ല.
ദൈവത്തിന്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന സമാനമായ ചില വിഷയങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ദൈവം നിന്നെ വിളിച്ചെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും ദൈവത്താൽ പരിഹാരമുണ്ട്. ചില പറയും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് ഏലിയാവിനെ പോലെ, ഏലിയാവിന് അവിടെ അപ്പം കൊണ്ട് കൊടുത്തതുപോലെയൊക്കെ കൊണ്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് സഹായിക്കാൻ ദൈവം ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഇതുപോലെയുള്ള മുഖാന്തരങ്ങളിലൂടെ ദൈവം നമ്മളിലൂടെയാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഇപ്പൊ സാമ്പത്തികമായ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിലുള്ളപ്പോ നിന്റെ സകല പ്രശ്നത്തിലും ദൈവം പരിഹാരകനാണ്. ഒരാള് എഴുതി, അതിനകത്ത് എഴുതിയത് എനിക്കൊരു സന്തോഷമുണ്ടായി. 12 ലക്ഷം രൂപ കുഞ്ഞിന് ഫീസ് അടയ്ക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പോലും അറിയാത്ത ഒരാൾ 12 ലക്ഷം രൂപ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഫീസ് അടച്ചു എന്നത് കഴിഞ്ഞപ്പോൾ ഒരാൾ എഴുതി. എനിക്കൊരു സന്തോഷം തോന്നി. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. കര ഉയർത്തുന്ന സ്തോത്രം ചെയ്താൽ രോഗം, അത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. പൈസ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്തത്, മരുന്ന് കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങളുണ്ട്. രോഗം, കുടുംബ പ്രശ്നം. രോഗം നമുക്ക് തന്നെത്താൻ പരിഹരിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഡോക്ടർമാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അടുത്ത കുടുംബ പ്രശ്നം. കുടുംബ പ്രശ്നങ്ങള് പരിഹരിക്കാവുന്നതാണ്. രണ്ടുപേരിൽ ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ആയാൽ, ആരെങ്കിലും ഒക്കെ ഒന്ന് പരസ്പരം കേൾക്കാൻ തയ്യാറായാൽ, ആരെങ്കിലും ഒക്കെ ഒന്ന് താഴാൻ തയ്യാറായാൽ, ആമേൻ, തീരാവുന്ന കുടുംബ പ്രശ്നങ്ങളെ നമ്മുടെ വീടുകളിൽ ആരും വിടുന്നില്ലല്ലോ. നമ്മുടെ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, മൊത്തത്തിലുള്ള കാര്യം. നമ്മുടെ വീടുകളിൽ കൊടുത്തു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ കാര്യം പറയുന്നത്. അതല്ല, ഞാൻ ഉൾപ്പെടെയാ പറഞ്ഞത്. ആമേൻ, നമ്മുടെ വീടുകളിൽ ഉള്ളൂ. എവിടെയെങ്കിലും ഒക്കെ പണ്ടാരോ ഈ നാടി കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ നാടി കണ്ടുണ്ടോ? പഴയ നാടികൾ എന്തെങ്കിലും നമ്മുടെ വീടുകളുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കണം കേട്ടോ. ഒരു നാടിയിൽ ഇല്ല, ഇവിടെ പറഞ്ഞില്ലല്ലോ, ഒരു നാടി ഇറങ്ങത്തില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഇറങ്ങണം. അല്ലെ? അമീൻ. പോട്ടെ. കുടുംബ പ്രശ്നം, ആത്മീയപരമായ ക്ഷീണം. ഈ ആത്മീയപരമായ ക്ഷീണം ഭയങ്കര അപകടകരമാണ്. ഇതൊരു നിസ്സാരമായ കാര്യമൊന്നുമില്ല. ഇന്ന് ജോലിക്ക് പോകേണ്ട ഒന്നാണ്. ശരീരത്തിന് സുഖമില്ല, പക്ഷെ ജോലിക്ക് പോകണ്ട. മുതലാളിയെ വിളിച്ച് പറഞ്ഞിട്ട് പോകാൻ വരാൻ പറ്റില്ല. അതൊരു ശരീരത്തിന് ക്ഷീണമാണ്. എന്നാൽ ആ ക്ഷീണം മാറ്റിവെച്ചിട്ട് പോകുന്ന ആളുകളും ഉണ്ട്. എന്നാ പോകാം, എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ ചിലപ്പോ 2 ദിവസം കൊണ്ട് കിടപ്പിലാണ്. ശരീരത്തിലെ ക്ഷീണം കൊണ്ടാണ് കേട്ടോ, രോഗമാണ്. അപ്പൊ ക്ഷീണം ആരംഭത്തിലേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ മാരക രോഗങ്ങളുടെ ലക്ഷണമാണ്. ഇതുപോലെ ആത്മീയപരമായ ക്ഷീണം ദൈവമക്കൾക്കുണ്ട്. ആത്മീയപരമായ ക്ഷീണം എന്ന് പറഞ്ഞാൽ ആത്മീയ കൂട്ടായ്മകളിലുള്ള നമ്മുടെ ഉത്സാഹം നഷ്ടപ്പെടുക എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ കാര്യമല്ല. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചോളാം. അത് ആത്മീയ ക്ഷീണമാണ്. ബോധാനക്കാടും ഇവിടുത്തെ കാര്യമൊന്നുമായിട്ട് പറഞ്ഞല്ല, അടുത്തുള്ള സ്ഥലമാണ്. ബോധാനക്കാടും തൊടുപുഴയും പാലായിലും മുണ്ടക്കയവും കോട്ടയവും ഒക്കെ പോയിട്ട് വന്നിട്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന് ഞങ്ങള് ചേട്ടന് വരാൻ പറ്റിയ ബുദ്ധിമുട്ടാണ് പക്ഷേ വളരെ ക്ഷീണമാണ്, ഞങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചോളാം. ക്ഷീണമാണെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. ആത്മീയമായ ക്ഷീണം ഞാൻ ഇവരെ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ ആളുകളെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ സഭയിലുള്ള പ്രിയമുള്ളവരെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വരാതെ ആരാധന ഒഴിവാക്കി ജോലിക്ക് പോയിട്ടുള്ള എല്ലാ പ്രിയമുള്ളവരും ഞാൻ പറഞ്ഞിട്ടുണ്ട് പോകരുത്. പോയാൽ പിന്നീട് അവർക്ക് ആരാധന മുടങ്ങിപ്പോകും. വീട്ടിലുണ്ടായാൽ പോലും പിന്നെ അവർക്ക് ആരാധനയ്ക്ക് വരാൻ പറ്റും. ഒരു ഞായറാഴ്ച നമ്മുടെ ആരാധന മുടങ്ങിയാൽ
നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. പിറ്റേ ഞായറാഴ്ച പിശാച് നമ്മുടെ ആരാധന മുടക്കും. ഏതെങ്കിലും ഒന്ന് രോഗമായിരിക്കാം, അല്ല മറ്റു കാര്യമായിരിക്കാം. ഒരാഴ്ച നമ്മൾ കോട്ടേജ് മീറ്റിങ്ങിന് മുടങ്ങിയാൽ പിറ്റേ ആഴ്ച നമ്മൾ കോട്ടയം മീറ്റിംഗ് മുടക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി വിചാരിക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരാഴ്ച ഒരു പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന നമ്മൾ ഒരു ദിവസം മുടക്കിയാൽ പിറ്റേ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന മുടക്കാൻ പിശാച് എന്തെങ്കിലും ഒരു തന്ത്രം ഉണ്ടാക്കി വെച്ചിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ നമുക്ക് ആശുപത്രി, നമുക്ക് ക്ഷീണം വെച്ചോണ്ട് ജോലിക്ക് പോയാൽ നമ്മൾ രോഗിയാണ്. പക്ഷെ ആത്മീയ ക്ഷീണം വന്നാൽ ആ ക്ഷീണം നമുക്കുണ്ടെങ്കിൽ ക്ഷീണം വെച്ച് ആരാധനയ്ക്ക് നമ്മൾ പോയാൽ, പ്രാർത്ഥനയ്ക്ക് പോയാൽ ഉള്ള രോഗവും മാറും. കരയുയർത്തി സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് തുതിച്ചാട്ടെ. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചില അവസ്ഥകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ അവസ്ഥ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, രണ്ടാമത്തെ പ്രശ്നം രോഗം, മൂന്നാമത്തെ പ്രശ്നം കുടുംബ പ്രശ്നങ്ങൾ. ഒരുപക്ഷെ മക്കളായിരിക്കാം, അപ്പനമ്മ ആത്മീയമായി നന്നായി പോകുന്നു, പക്ഷെ മക്കൾ സ്വസ്ഥത തരാത്ത, സമയത്ത് കുഞ്ഞുങ്ങൾ വീട്ടിൽ വരാത്ത ചില മാതാപിതാക്കൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ അവരനുഭവിക്കുന്ന ചില വിഷമതകളുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. അതിനകത്ത് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നിർബന്ധമായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വിടണം. അവരെ കളിക്കാൻ വിടരുത്, അതായത് അവരെ ഒഴിവഴിവ് പറഞ്ഞ് നിർത്തരുത്. നിർബന്ധമായിട്ട് പറയണം, നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് പോകണം, ആരാധനയ്ക്ക് പോകണം. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന ചില വിഷയങ്ങളാണ്. ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു കുളത്തിന്റെ കരയിലാണ്. കുളം ആ സമയത്ത് പെട്ടെന്ന് പഞ്ചായത്ത് കുളമൊന്നുമല്ല, നേരത്തെ ഉണ്ടാകാൻ കിടക്കുന്ന കാലത്ത് മുതലേ ഉണ്ടായിരിക്കുന്ന ഒരു കുളമാണ്. ആ കുളത്തിന് പ്രത്യേകതയുണ്ട്, വെള്ളമുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയുള്ള പ്രത്യേകത രോഗികളുടെ ഒരു അഭയ കേന്ദ്രമാണ്. രോഗികളെല്ലാവരും അവിടെ വന്ന കുളത്തിന്റെ കരയിൽ കിടക്കുകയാണ്. വർഷങ്ങളായി കിടക്കുന്നവരുണ്ട്, 38 വർഷമായി കിടക്കുന്നവരുണ്ട്. ഏറ്റവും പഴക്കം വന്ന സീനിയർ ആയിരിക്കുന്ന രോഗിയാണ് 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന തമിഴ്വാദ രോഗി. കാരണം കർത്താവ് തന്നെ അവനെ സൗഖ്യമാക്കാൻ കാരണം 38 വർഷമായി അവൻ എവിടെ കിടക്കുകയാണ്? കുളക്കരയിൽ കിടക്കുകയാണ്. അവൻ 38 വർഷത്തെ അനുഭവങ്ങളുമായിട്ടാണ് അവൻ അവിടെ കിടക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവൻ അവിടെ വന്നത്. ചെന്ന് പറയാൻ, എന്നെ എങ്ങനെയും ഒന്ന് ആശുപത്രി കൊണ്ടുപോടാം എന്ന് പറയാറുണ്ട്. ഇതുപോലെ വളരെ പ്രതീക്ഷയോടാ പറഞ്ഞത്, എന്നെ ഒന്ന് ആ കുളത്തിന്റെ കരയിൽ എങ്ങനെയൊന്ന് ആക്കടാ എന്ന് പറഞ്ഞിട്ട് 38 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ വളരെ പ്രതീക്ഷയോടെ വന്നു. അവൻ മാത്രമല്ല പ്രതീക്ഷയോടെ വന്നത്, ഒരുപാട് രോഗികൾ പ്രതീക്ഷയോടുകൂടെ വന്നവരാണ്. പ്രതീക്ഷയോടുകൂടെ വന്ന രോഗികൾ പ്രതീക്ഷയറ്റ് കുളത്തിന്റെ കരയിൽ കിടക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ പൈതലെ പ്രതീക്ഷയോടെ കർത്തൃസന്നിധി വന്നെങ്കിൽ നീ പ്രതീക്ഷ അറ്റുവിടന്നു പോകുകയില്ല. നീ പ്രത്യാശ ഒന്നുകൂടെ പുതുക്കി ധൈര്യപ്പെട്ട് കർത്താവിൽ ബലം പ്രാപിച്ചാണ് നീ ദൈവസ്ഥയിൽ നിന്ന് പോകാൻ പോകുന്നത്. വചനം കേട്ട് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയെന്ന സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. 38 വർഷമായിട്ട് അവൻ അനുഭവിച്ച ഒരു കാര്യം, അവൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച കാര്യം, 38 വർഷമായിട്ട് അവൻ സൗഖ്യം പ്രാപിക്കാത്തതല്ല വേദനിപ്പിച്ചത്, സൗഖ്യം പ്രാപിക്കാനതല്ല. നമ്മൾ വിചാരിക്കും 38 വർഷമായിട്ട് അവൻ സൗഖ്യം പ്രാപിക്കാതെ കിടന്നത് അവന്റെ വേദനയാണ്. അല്ല, നിങ്ങൾക്ക് പറയാമോ അവന്റെ വേദന, ഏറ്റവും വലിയ വേദന എന്തായിരുന്നു അന്ന്? സഹായിപ്പാൻ പറഞ്ഞ ശരിയാ. കുളത്തിൽ ആൾക്കാർ ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല. അവന്റെ മക്കളില്ല, ഭാര്യയില്ല, കുഞ്ഞുങ്ങളില്ല. തൊട്ട
തൊട്ടടുത്ത് കിടന്ന മനുഷ്യനാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ചയിലാ വന്നത്. കാര്യം പറഞ്ഞ് സംസാരിച്ച് ജോസഫിനോട് പാനപാത്രവാകൻ പറഞ്ഞതുപോലെ ഞാൻ സുഖമായ അച്ചാന് കാര്യം ഞാൻ അച്ചാനെ കൊണ്ടത് കുളക്കരയിൽ കൊണ്ടുവന്ന് ഞാൻ നിർത്താം. കാരണം ഈ ദൂതം വരുന്ന സമയം പ്രത്യേക 12 മണി സമയം നോക്കിയിട്ടൊന്നും അല്ല വരുന്നത്. ദൂതം വരുന്ന സമയം എല്ലാവരും ഒരുങ്ങിയിരിക്കാം. ആമേൻ. അല്ല, ദൂതൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ദൂതൻ ഇന്ന് 12 മണിക്ക് വരും. അമ്മ അതുകൊണ്ട് 12 മണിയാകുമ്പോൾ എല്ലാം റെഡി ആയിരിക്കണമെന്നല്ല. ഇത് ഞാൻ ചിന്തിക്കുക, ദൂതന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർക്കുന്നത് കർത്താവിന്റെ വരവ് ഇതുപോലൊക്കെ ആയിരിക്കും. കർത്താവിന്റെ വരവ് വരുമ്പോ ഇതുപോലെ നമ്മൾ ഒരുങ്ങി ഇരിക്കണം. എന്നെ ആരും കൊണ്ടുപോയില്ലല്ലോ എന്ന് പറയരുത്. എന്റെ അമ്മ പോയപ്പോ എന്നെ കൂടെ കൊണ്ടുപോയില്ലോ എന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ഭർത്താവ്, ഒരു ശബ്ദം കൂട്ടി വെക്കാമോ? എന്റെ ഭർത്താവ് പോയപ്പോ എന്നെ കൂടെ കൊണ്ടുപോയില്ലല്ലോ, മക്കള് പോയപ്പോ എന്നോട് കൊണ്ടുപോയില്ലല്ലോ, ഭാര്യ പോയപ്പോ എന്നോട് കൊണ്ടുപോയില്ലല്ലോ. എന്റെ കയ്യിലെങ്കിലും ഒന്ന് പിടിച്ചായിരുന്നെങ്കിൽ. കാരണം മിക്കവാറൊക്കെ ഈ അടക്കിയിരിക്കുന്ന ഒരു സ്ഥലത്താണ്. നമ്മുടെ സെല്ല് അറിയാമല്ലോ. ഈ സെല്ലിനകത്ത് നമ്മളെല്ലാം ചെന്ന് വീഴുന്നത്, കിടക്കുന്നത് ഒരേ സ്ഥലത്താണ്. കർത്താവ് വരാൻ താമസിച്ച അവേ നമുക്ക് ഇന്ന് അങ്ങനെ പ്രതീക്ഷയൊന്നും വേണ്ട. എന്റെ ഭാര്യ തൊട്ടടുത്ത് കിടക്കുമ്പോ കർത്താവിന്റെ മടങ്ങി വരവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഭാര്യ എന്റെ കയ്യെ കയറി പിടിക്കും. അങ്ങനെ പോകാമെന്നൊന്നും നമ്മൾ വിചാരിക്കുന്നു. അവേ ആ ഒരു പ്രതീക്ഷയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ട. കാര്യമൊന്നും വേണ്ടുന്നില്ല. അങ്ങോട്ട് പോകുന്ന കാര്യത്തെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും നമ്മള് കർത്താവ് വരാൻ താമസിച്ചാൽ നമ്മൾ പോയേ പറ്റും. അവേ കറി വെക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. അവൻ കഴിഞ്ഞ ആഴ്ചയിൽ കടന്നു വന്ന മനുഷ്യൻ പറഞ്ഞു, അവൻ അച്ഛാ പ്രയാസപ്പെടുകയൊന്നും വേണ്ട കേട്ടോ, ഞാൻ എന്നേലും ഒന്ന് സുഖമായാൽ ഞാൻ കൊണ്ടുവന്ന് എവിടെ ഇടാം, കുളത്തിൽ തള്ളിയിട്ടോളാം. പക്ഷെ പുള്ളിക്ക് സൗഖ്യം കിട്ടിയ ഉടൻ തന്നെ പുള്ളി സൗഖ്യം പ്രാപിച്ചു പോയി. അവന്റെ ഏറ്റവും വലിയ പ്രയാസം ആരും അവനെ സഹായിക്കാനില്ലാത്ത ഒരു ജീവിതമാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, ആരും നിന്നെ സഹായിക്കാനില്ല എന്ന് നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ ആയിരിക്കുന്ന കുളത്തിന്റെ കരയിൽ നിന്റെ യേശു കർത്താവ് വരും. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അവൻ വരുന്ന സമയം എപ്പോഴെന്നറിയാത്തത് കൊണ്ട്, അവൻ വരുന്ന നാഴിക എപ്പോഴെന്നറിയാത്തത് കൊണ്ട് നീ ഒരുങ്ങി നിന്റെ കർത്താവിന് വേണ്ടി നീ കാത്തിരിക്കണം. ഒരു വിടുതൽ നിന്റെ ജീവിതത്തിലുണ്ട്, ഒരു വിടുതൽ നിന്റെ ഭവനത്തിലുണ്ട്, ഒരു വിടുതൽ നിന്റെ തലമുറയിലുണ്ട്. നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു അത്ഭുതം നടക്കും. അബ്രഹാമിന്റെ കൂടാരത്തിന്റെ മുമ്പിൽ 24 വർഷത്തെ സ്വപ്നവുമായിട്ട് അബ്രഹാം നിൽക്കുകയാണ്. സ്വപ്നം ആരംഭിച്ചിട്ട് ഒത്തിരി വർഷങ്ങളായി. പക്ഷെ വാഗ്ദത്തം ലഭിച്ചിട്ട് 24 വർഷമായി. എന്താണ് വാഗ്ദത്തം? ഒരു സന്തതിയെ തരും എന്നതാണ് വാഗ്ദത്തം. ആ സന്തതിക്ക് വേണ്ടിയിട്ടാണ് അബ്രഹാം കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരിക്കുമ്പോൾ ആ കൂടാരത്തിന്റെ വാതിക്കൽ 3 പേര് ദൈവദൂതന്മാരെന്നറിയാതെ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ദൂരെ വഴിയാത്രക്കാർ ഒത്തിരി പേരുണ്ട്. അവർക്ക് ഒരു വിശ്രമ സ്ഥലമൊന്നുമില്ല. അവർ ഭക്ഷണം കഴിക്കാൻ ഇന്നത്തെ പോലെ ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ആളുകൾ, നല്ല മനുഷ്യരായിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു അനുഭവങ്ങളുണ്ട്. അതിഥികളെ കാല് കഴുകി സ്വീകരിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിൽ അദ്ദേഹം ആയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ കൂടാരത്തിന്റെ വാതിക്കൽ 3 പേര് വന്നിരിക്കുകയാണ്. അബ്രഹാം അവരെ സ്വീകരിച്ചു. ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം പറഞ്ഞ ഒരു കാര്യം ഇതാണ്. എന്താ കാര്യം എന്നറിയാമോ? പറഞ്ഞൊരു കാര്യം, അടുത്ത വർഷം ഇതേ സമയം നിന്റെ ഭവനത്തിൽ ഞാൻ വരുമ്പോൾ ഒരു കുഞ്ഞ് നിനക്കുണ്ടായിരിക്കും. വാഗ്ദത്തത്തിന്റെ സമയം എത്രയോ പ്രാവശ്യം കർത്താവ് സംസാരിച്ചത്, എത്രയോ പല പ്രാവശ്യം ഈ വാഗ്ദത്തത്തെ കുറിച്ച് കർത്താവ് സംസാരിച്ചിട്ടും പക്ഷേ എപ്പോഴാണ് വന്നത്? പ്രതീക്ഷിക്കാത്ത സമയത്ത്. ആരിലൊന്നും പോകുന്നൊരു പ്രസന്നതൊന്നുമില്ല. എന്ത് പറ്റി? ആമേൻ. പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത നാഴികയിൽ, പ്രതീക്ഷിക്കാത്ത സമയത്ത്,
പ്രതീക്ഷിക്കാത്ത സമയത്ത് ആമേൻ വാഗ്ദത്ത നിവൃത്തിയുമായിട്ട് ദൈവം അവിടെ ചെല്ലുകയാണ്. അങ്ങനെയെങ്കിൽ 24 വർഷങ്ങളായി കാത്തിരുന്ന അബ്രഹാമിന്റെ പ്രതീക്ഷ സഫലമായതുപോലെ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ദൈവം അവന്റെ വാഗ്ദത്തങ്ങളെ പുതുക്കിക്കൊണ്ടിരുന്നു. നീ ക്ഷീണിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പുതുക്കിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞാൽ വീണ്ടും അത് പുതുക്കണം. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിയുമെന്ന് നോക്കിയിരിക്കണം. കാലാവധി കഴിയുമ്പോൾ പുതുക്കണം. പെൻഷൻ പൈസ, പ്രത്യേകിച്ച് വിധവയായിരിക്കുന്ന സഹോദരിമാർക്ക് പെൻഷൻ തുടർന്ന് കിട്ടണമെങ്കിൽ, എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിവാഹം കഴിച്ചിട്ടില്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം? കൊണ്ടു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ആമേൻ. ഇത് ലോകത്തിൽ അങ്ങനെ ഒരു ക്രമമാണെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കർത്താവിന് നീ വാഗ്ദത്തങ്ങളെ പുതുക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ ആത്മജീവിതത്തിന്റെ വാഗ്ദത്തങ്ങളെ നമ്മുടെ കർത്താവ് പുതുക്കിക്കൊണ്ടിരിക്കുന്നു. അബ്രഹാമിന് ഇടയ്ക്കിടയ്ക്ക് ദൈവം അത് പുതുക്കുന്ന, എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കയറാത്തത്. ആമേൻ. പ്രിയമുള്ളവരെ, പുതുക്കിക്കൊണ്ടിരിക്കുന്നത് പോലെ ദൈവം നിന്നെ പുതുക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ 38 വർഷമായി കുളക്കരയിൽ കിടക്കുന്ന ഈ മനുഷ്യന് ഇത് പുതുക്കാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. മക്കള് ഫോൺ വിളിച്ച്, അച്ചാച്ചാ പേടിക്കണ്ട കേട്ടോ, നാളെ ഞങ്ങൾ അച്ചാച്ചന്റെ കൂടെ ഉണ്ട്, ബിരിയാണിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങ് വരും. എന്നിട്ട് അച്ചാച്ചനോട് കൂടെ ഒരുമിച്ച് ഇരുന്ന് അച്ചാച്ചൻ കിടക്കുന്നതായിരിക്കുന്ന ബെഡിൽ ഇരുന്നിട്ട് നമുക്കെല്ലാം കൂടെ ബിരിയാണി കഴിക്കാൻ കുഴപ്പമില്ല. എന്നിട്ട് കുളത്തിന്റെ കരയിൽ ഞങ്ങളും കൂടെ വന്ന് അച്ചാച്ചനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. വെള്ളം കലങ്ങുമ്പോൾ ഞങ്ങൾ താഴേക്ക് ഇടും. പിന്നെ അച്ഛൻ കയറി വരുമല്ലോ, അച്ഛൻ കയറി വരാൻ പറ്റുമല്ലോ, കാരണം പടികളുണ്ടല്ലോ. ഇതൊന്നും പറയാൻ ഇല്ല. നോക്കുക, ആരും സഹായിക്കാത്ത ജീവിതമായിരുന്നു അവന്റെ ജീവിതം. ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കാം. അവൻ ഒറ്റപ്പെട്ട ഒരു ജീവിതമായിരുന്നില്ല, ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു. ഒറ്റപ്പെട്ട ജീവിതമായിരുന്നില്ല. അവൻ മാനസികമായിട്ട് ഒറ്റപ്പെട്ട ഒരു മനുഷ്യനാണ്. പക്ഷെ അവൻ ഒറ്റപ്പെട്ടവനായിരുന്നില്ല. കാരണം അവന്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കിടക്കാൻ ആളുകളുണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിന് നടുവിൽ ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ. ദൈവത്തിന്റെ മുന്നേ ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ ചാർച്ചക്കാരുണ്ടായിരിക്കാം, ബന്ധുക്കളുണ്ടായിരിക്കാം, അയൽക്കാരുണ്ടായിരിക്കാം, നിന്റെ കുടുംബത്തിൽ പലരും ഉണ്ടായിരിക്കാം, നിന്റെ കുടുംബത്തിനകത്ത് ബന്ധുമിത്രാദികൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിന് നടുവിൽ നീ മാനസികമായി ഒറ്റപ്പെട്ട പോയ ഒരു സാഹചര്യത്തിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ദൈവം, നിന്റെ കർത്താവിന് നിന്റെ വിഷമതകൾ അറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരും അറിയുന്നില്ലെന്ന് നീ വിചാരിക്കരുത്. അവൻ 38 വർഷമായി കിടക്കുകയാണെന്ന് ആരറിഞ്ഞു? കർത്താവ് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് നിന്റെ വിഷമം അറിയാം, കർത്താവിന് നിന്റെ വേദന അറിയാം, കർത്താവിന് നിന്റെ ഭാരം അറിയാം. നീ വീട്ടിനകത്ത് ആരും സഹായിക്കാനില്ലാതിരിക്കുമ്പോ, വീട്ടിനകത്ത് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ വരുമ്പോ, നിന്റെ ശരീരത്തിലേക്ക് നെഞ്ചിൽ പെട്ടെന്നൊരു വേദന വരികയാണ്. പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല എന്നൊരു പക്ഷെ അറിയാം. ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. ഭർത്താവിനോട് പറയാൻ പറ്റില്ല, ഭാര്യയോട് പറയാൻ പറ്റില്ല, മക്കളോട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പ്രയോജനം ഉണ്ടാകുകയില്ല. ഒരുപക്ഷെ മക്കൾ ആരും അടുത്തില്ല. പക്ഷെ നീ വേദനിച്ച് കർത്താവേ എന്ന് നെഞ്ചത്ത് കൈവച്ചെന്ന് വിളിക്കുമ്പോൾ നിന്റെ വേദന അറിഞ്ഞ് നിനക്ക് സൗഖ്യം തന്നിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ട് കഴിഞ്ഞ നാളുകളിൽ. പ്രൈസ് ദി ലോർഡ്. നിന്റെ അവസ്ഥ അറിയാം. നീ ഇന്ന് നെഞ്ചത്തെ കൈവച്ച് ഒന്ന് കർത്താവേ എന്ന് വിളിക്കുമ്പോൾ തന്നെ നിന്റെ വേദന മാറിയ ചില അനുഭവങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ വിഷമങ്ങൾ ആരും അറിയുന്നില്ലെങ്കിൽ നിന്നെ 24 മണിക്കൂർ നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സിസ്റ്റമുണ്ട്. ഡോക്ടർ പറയാ ഐശുവിലേക്ക് കേട്ട എന്താ ഡോക്ടർ വാടിക്കിടന്ന പറ്റില്ലേ? വാടിക്കിടന്ന പറ്റും, പക്ഷെ വാടില്ല, അതിനുള്ള സൗകര്യങ്ങളില്ല. ഈ അടുത്ത സമയത്ത് നമ്മൾ സഹോദരിയെ സഹായിച്ചു. ഒരു ക്യാൻസർ, ഞാൻ ഈ ചാറ്റിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ അതിന് വരുന്നത്.
ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരുന്ന ഒരു ഹോമിയോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓപ്പറേഷൻ 3 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ ഓപ്പറേഷന് പൈസ ഇല്ല, ഒരു ഹോമിയോയ്ക്ക് പോയി. ക്യാൻസറാണ്, വയറ്റ് ക്യാൻസറാണ്, ഹോമിയോയ്ക്ക് പോയി. ഹോമിയോ കഴിക്കാൻ, ഈ മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പൊതിച്ചോറ്, അവർ വേണ്ടപ്പെട്ട ഒരാള് റോഡ് സൈഡിൽ കൊണ്ട് പൊതിച്ചോറ് വിറ്റിട്ട് ആ കാശും കൊണ്ടാണ് പോയി മരുന്ന് വാങ്ങിക്കുന്നത്. നമുക്ക് ആർക്കെങ്കിലും അവസ്ഥ വന്നിട്ടുണ്ടോ? ആരൊന്നും മിണ്ടുന്നില്ല. ഇല്ല. ആ സഹോദരിയുടെ ദൈവം കാണിച്ചത് കരുണയെ കുറിച്ചോട് പറയാനാണ്. അങ്ങനെ ആ സഹോദരിയെ നമ്മൾ സഹായിച്ചു. ഏകദേശം 4 ലക്ഷം രൂപ അവിടെ അക്കൗണ്ട് വന്നപ്പോ, എത്ര ലക്ഷം രൂപ വന്നപ്പോ, അതിനൊരു ഒരു പൈസ പോലും ഇല്ലാതെ അക്കൗണ്ട് 4 ലക്ഷം രൂപ വന്നപ്പോൾ പെട്ടെന്ന് അവരുടെ ശരീരത്തിൽ ഹാർട്ടിന്റെ ഇടുപ്പം അതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട്. ഇപ്പൊ ചിലർ പറയും പൈസ കണ്ടതിന്റെ, പൈസ കണ്ടതിന്റെ അല്ല. പെട്ടെന്ന് കൈകാലുകളെല്ലാം വർഗലിച്ച് കണ്ണക്കം മറന്നു. പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കാരണം പൈസ വന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, ഇത് ഐസിയുവിലാണ്, ക്രിട്ടിക്കൽ ഐസിയുവിനകത്ത് നമ്മൾ. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഐസിയു തന്നെ 2 തരമുണ്ട്. അപ്പോൾ ആ സൗകര്യം ചോദിച്ചില്ല, എന്തിനാ ക്രിട്ടിക്കൽ ഐസിയുവിൽ ഇരുന്ന് ഏത് ഐസിയുവിൽ ഇട്ട പോലെ കൂടുതൽ സൗകര്യമുള്ള, എപ്പോഴും നിരീക്ഷിക്കാൻ കഴിയുന്ന, എപ്പോഴും ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ മോണിറ്ററിൽ അറിയുന്ന സംവിധാനമുള്ള സിസ്റ്റങ്ങളിലേക്ക് ഇടാം. എന്തായാലും സൗകര്യ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തി, അവര് സുഖമായിരിക്കും. ഇതേയുള്ളവര് ദൈവത്തിന്, ഞാൻ ഈ ഉദാഹരണങ്ങളോടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് മനസ്സിലാകാൻ വേണ്ടി, പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ മനസ്സിലാക്കുക. നിന്റെ ശരീരത്തിന്റെ അവസ്ഥകൾ അറിയാൻ ദൈവത്തിന് സിസ്റ്റത്തിന്റെ ഒന്നും ആവശ്യമില്ല, മോണിറ്ററിന്റെ ഒന്നും ആവശ്യമില്ല, കമ്പ്യൂട്ടറിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ വിഷമതകൾ അറിയാൻ കഴിയുന്ന ദൈവം 38 വർഷമായിട്ട് അവനവിടെ കിടക്കുകയാണ്. ആരും സഹായിക്കാത്ത ജീവിതമാണ്. ആളുകൾ ഒരുപാടുണ്ട്, ജനത്തിന്റെ നടുവിലാണ്. പക്ഷെ ആരും അവന്റെ അവസ്ഥ അറിയുന്നില്ല. ആളുകൾ സഹതാവ് പറയുന്നുണ്ട്, അവൻ അങ്ങനെ 38 വർഷമായല്ലോ, ആരും നോക്കാനില്ല, ആരും നോക്കാനില്ല. ഭക്ഷണമൊക്കെയോ അതൊക്കെ ഞങ്ങളുടെ മക്കളൊക്കെ കൊണ്ടുവരുമ്പോഴേ അതിൽ